ഇൻഗ്രീഡിയൻസ്: ദോശ മാവ്, സാമ്പാർ പരിപ്പും കടലപ്പരിപ്പും കൂടെ മിക്സ് ചെയ്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ആവശ്യമനുസരിച്ച് എടുക്കുക. ഇഷ്ടമുള്ള ദാല് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് മുരിങ്ങയില, ഒരു കൈ നിറയെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പരിപ്പ് ഞാൻ ഒരു തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഫുൾ അരയാൻ പാടില്ല. കുറച്ച് പരിപ്പ് ഹോളായിട്ട് തന്നെ കിടക്കണം. പിന്നെ 2 മീഡിയം സൈസ് അണിയൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ആ ദോശ ബാറ്ററിലേക്ക് പരിപ്പ് അരച്ചതും സവോളയും പച്ചമുളക് മുരിങ്ങയില എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ദോശ മാവ് നമുക്ക് വീട്ടിൽ ഉണ്ടെങ്കിൽ, ബാക്കി ഉണ്ടെങ്കിൽ അപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അരി ഉഴുന്നും എല്ലാം ആവശ്യമനുസരിച്ച് സോക്ക് ചെയ്തിട്ട് ഒന്നിച്ച് അരച്ചെടുത്തും അടദോശ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കരിവേപ്പില ആഡ് ചെയ്യാവുന്നതാണ്. മുരിങ്ങയില ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കരിവേപ്പില ഇട്ടില്ല എന്നേ ഉള്ളൂ. ഇനി 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എരിവ് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് കായം, 1/2 ടീസ്പൂണോളം കായവും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യാം. നമുക്കിനി ദോശ കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ബാറ്റർ. ഇനിയിപ്പം ദോശ നല്ല കനം കുറച്ച് വേണം. ഇത് തേച്ച് പരത്തും പോലെ പരത്തണം. കാരണം ഈ ദാലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ എത്രത്തോളം തേച്ച് പരത്താമോ അങ്ങനെ തന്നെ കനം കുറച്ച് പരത്തി എടുക്കണം. ഇത് ഓയിൽ ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കണം. രണ്ട് സൈഡും മറിച്ചിട്ട് നല്ലപോലെ മൊരിഞ്ഞ് വരുന്നതാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ്. അതിനുവേണ്ടി നമ്മൾ നല്ലതായിട്ട് കനം കുറച്ച് തേച്ച് പരത്തുക. അടദോശ നല്ല ക്രിസ്പി ആയിട്ടും ചൂടോടെയാണ് നല്ല ടേസ്റ്റ്. ഇതിപ്പം അതിൻ്റെ കൂടെ ചട്നി ഒന്നും ആവശ്യം വരുന്നില്ല. എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് അടദോശ. ഇതിപ്പോൾ ഞാനിവിടെ ഗ്രീൻ ചട്നി, കോക്കനട്ട് ചട്നി യൂസ് ചെയ്തിരിക്കുന്നത്. അടദോശ റെഡി. Thank you for watching.